സ്നേഹാദരണീയരായ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഡ്വക്കേറ്റ് സ്മിജി, അധ്യക്ഷത വഹിക്കുന്ന നാസർ സാഹിബ്, വേദിയിലുള്ള മറ്റു സമാദരണീയ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരികളെ, സുഹൃത്തുക്കളെ, പ്രപഞ്ചനാഥൻ്റെ കരുണാകടാക്ഷങ്ങൾ നാം ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്നാദ്യമായി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. മലയാളത്തിലെ അറിയപ്പെട്ട എഴുത്തുകാരൻ, നമ്മുടെ സമീപ പ്രദേശത്തുകാരൻ കൂടിയായ സി രാധാകൃഷ്ണൻ എഴുതിയ ഒരു കഥയുണ്ട്. വെണ്ണക്കൽ പ്രതിമകൾ എന്നാണ് ആ കഥയുടെ പേര്. ഒരു നാടുവഴിയുടെ കഥയാണ്. ആ നാടുവാഴി ഒരു പ്രദേശത്തിൻ്റെ ഭരണാധികാരി എന്ന നിലക്ക് തൻ്റെ ചുമതല നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായപ്പോൾ അദ്ദേഹത്തിന് തോന്നി, മരിക്കുന്നതിൻ്റെ മുമ്പ് തൻ്റെ ഒരു സ്മാരകം ഇവിടെ പണിയുന്നത് നല്ലതാണ്, തന്നെ ജനങ്ങൾ ഓർക്കാൻ വേണ്ടി. അങ്ങനെ നാടുവാഴിയുടെ സ്മരണയ്ക്ക് വേണ്ടി ഒരു സ്മാരകം പണിയാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ എന്ത് സ്മാരകമാണ് പണിയേണ്ടത് എന്നതിനെക്കുറിച്ച് നാടുവാഴിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം ആ നാട്ടിലെ പ്രമുഖരായ ആളുകളെ മുഴുവനും വിളിച്ചുകൂട്ടി എന്ത് സ്മാരകമാണ് പണിയേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അങ്ങനെ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. അതിലൊരു വിദ്വാൻ പറഞ്ഞു, നമുക്ക് നല്ല ഒരു അത്താണി പണിയാം. അത്താണി പണിയാമെന്ന് പറഞ്ഞപ്പോൾ അത് ഈ നാടുവാഴിക്ക് നല്ല സന്തോഷമായി. അങ്ങനെ ഈ നാടുവാഴിയുടെ സ്മരണയ്ക്ക് വേണ്ടി ആ പ്രദേശത്ത് വളരെ മനോഹരമായ ഒരു അത്താണി പണിയാൻ വേണ്ടി തീരുമാനിച്ചു. നാടുവാഴിയുടെ സ്മരണയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അത്താണി ആയതുകൊണ്ട് തന്നെ സാധാരണ നാട്ടിൻപുറങ്ങളിൽ ഉള്ളതുപോലെയുള്ള കരിങ്കല്ലിൽ പണിത ഒരു സാധുവായ അത്താണിയായി അത് മാറാൻ പാടില്ല. അതുകൊണ്ട് ഏതോ വിദേശ രാജ്യത്തിൽ നിന്ന് വളരെ മനോഹരമായ മാർബിൾ ഫലകങ്ങൾ കൊണ്ടുവന്ന് അത്യധികം ആകർഷണീയമായ അതിമനോഹരമായ ഒരു അത്താണി ഈ നാടുവാഴിയുടെ സ്മരണയ്ക്ക് വേണ്ടി ആ പ്രദേശത്ത് നിർമ്മിക്കുകയാണ്. അങ്ങനെ അതിന് നിർമ്മാണം കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി ആ നാടിൻ്റെ വലിയൊരു ആഘോഷമായി സംഘടിപ്പിക്കുകയാണ്. ഉദ്ഘാടനം നടത്തുന്നത് ഈ നാടുവാഴി തന്നെയാണ്. അങ്ങനെ നാടമുറിച്ച് ഈ അത്താണി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഈ നാടുവാഴി അവിടെ കൂടിയ ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഈ അത്താണിയുടെ മേൽ എന്തെല്ലാമാണ് കയറ്റി വെക്കുക? അപ്പൊ പലരും പലതും പറഞ്ഞു. ചിലപ്പോ ഉപ്പിന്റെ ചാക്ക് കൊണ്ടുവന്ന് വെക്കും, ചിലപ്പോ ഉണക്കമീനായിരിക്കും, ചിലപ്പോ അരിയും ചാക്കായിരിക്കും. അങ്ങനെ പലതും ഇതിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. ഇങ്ങനെ ഉണക്കമീന്, ഉപ്പ്, ഇങ്ങനെ പലതും കൊണ്ടുവന്ന് വെക്കുമെന്ന് പറഞ്ഞപ്പോ രാജാവിന് അതൊരു മോശമായി തോന്നി. രാജാവ് മുഖം കൂട്ടിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഈ അത്താണിയുടെ മുകളിൽ ഒരു ബോർഡ് എഴുതി വെക്കണം, ചുമടറക്കരുത്. അങ്ങനെ ചുമടറക്കരുത് എന്ന ബോർഡ് എഴുതി വെച്ചുകൊണ്ട് ആ അത്താണിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്നതാണ് രാധാകൃഷ്ണന്റെ കഥ. ഞാൻ എന്തിനാണ് ഈ കഥ ഇവിടെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ ചുമടറക്കാൻ പറ്റാത്ത അത്താണികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോഴാണ് 17 വർഷങ്ങൾക്ക് മുമ്പ് ഈ മാറഞ്ചേരിയിൽ ഒരത്ഭുതകരമായ ഒരു ജനനമുണ്ടായത്. അതാണ് തണൽ എന്ന് പേരുന്ന ഈ മഹാസംരംഭം. അത് 17 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മളിവിടെ 17ാമത്തെ വാർഷികത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഈ മാറഞ്ചേരിയിലും പരിസരത്തിലുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ തന്നെ അവർക്കൊരു തണലായി, മരമായി വികസിച്ച് വളർന്നു വലുതായി
ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും തണൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആത്മാഭിമാനമുള്ള ഒരു സംരംഭമായി പടച്ചവന്റെ അനുഗ്രഹത്താൽ അതിനേക്കാൾ അപ്പുറം നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്താൽ ഈ സംവിധാനം വളർന്നു വലുതായിരിക്കുകയാണ്. ഇപ്പൊ ചുമടിറക്കാൻ പറ്റാത്ത അത്താണികളായി മാറിക്കൊണ്ടിരിക്കുന്ന കുറെ ഭരണാധികാരികളും അതുപോലെയുള്ള സംവിധാനങ്ങളും നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ദുരന്തപൂർണമാണ്. അവരുടെ ജീവിതം രണ്ടറ്റങ്ങൾ മുട്ടിക്കാൻ വേണ്ടി പെടാപാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സന്ദർഭത്തിലാണ് മാറഞ്ചേരിയിലെ തണൽ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാറഞ്ചേരിയെ റോൾ മോഡലാക്കിക്കൊണ്ട് മാറഞ്ചേരിയുടെ മാതൃകയിൽ 200 ചില്ലാനം വരുന്ന ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഈ നാടിന്റെ അത്താണിയായിക്കൊണ്ട് ഈ നാടിന് മുഴുവനും തണലൊരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് തീർച്ചയായും മാറഞ്ചേരിയിലെ തണലിന്റെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ ഒരു സംരംഭമായി ഇതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമാണെന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരെല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിന്റെ സന്തോഷം, എൻ്റെ ജീവിതത്തിന്റെ സുഖം, എൻ്റെ ജീവിതത്തിന്റെ ആസ്വാദനം. ഇന്ന് ലിബറലിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് മൈ ബോഡി മൈ ചോയ്സ് എന്നാണ്, അല്ലെങ്കിൽ മൈ ലൈഫ് മൈ റൂൾ എന്നാണ്. ശരീരം എന്റേതാണ്, അതുകൊണ്ട് എൻ്റെ ശരീരത്തിന്റെ എൻ്റെ ആസ്വാദനങ്ങളാണ്. ജീവിതം എന്റേതാണ്, ആ ജീവിതത്തിന് ഞാൻ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യരും അവനവന്റെ സുഖത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന കാലമാണ്. എന്റെ സന്തോഷത്തിന്റെ മുമ്പിൽ അന്യരുടെ സുഖദുഃഖങ്ങൾ പരിഗണിക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യരും അവരവരുടെ സുഖത്തെക്കുറിച്ച് ധാരാളമായി ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ സ്വാർത്ഥതയുടെ ഭീകരമായ പിടുത്തത്തിൽ മനുഷ്യ സമൂഹം ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. പക്ഷേ ഇതുപോലെയുള്ള ഒരു സദസ്സിന്റെ മുമ്പിൽ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇങ്ങനെ മനുഷ്യർ മുഴുവനും സ്വാർത്ഥരായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പരസ്പരം സഹായിക്കുക എന്ന് പറയുന്ന ഒരാശയത്തെയാണ് തണൽ എന്ന് പറയുന്ന ഈ അയൽക്കൂട്ട സംരംഭം യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ഇത് ആളുകളെ സഹായിക്കുന്ന സംരംഭം എന്നതിനേക്കാൾ പരസ്പര സഹായം എന്ന് പറയുന്ന ഒരു മനോഭാവത്തെ വാർത്തെടുക്കുക എന്ന് പറയുന്ന, നമ്മിൽ നിന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരാശയത്തെ തിരിച്ചു പിടിക്കാനുള്ള അതിശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അയൽക്കൂട്ട സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ഒരുപാട് അയൽക്കൂട്ടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ ലത്തീഫ് സാഹിബ് അദ്ദേഹത്തിന്റെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞ എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. മാറഞ്ചേരിയിലും പരിസര പ്രദേശത്തു നിന്നും വട്ടിപ്പലിശക്കാരെ ആട്ടിയോടിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഈ പ്രദേശത്ത് നിന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുമാറ് നമുക്കിടയിലുള്ള പരസ്പര സഹായത്തിന്റെ മനോഭാവത്തെ ശക്തിപ്പെടുത്തുവാനും അതുവഴി ചൂഷണത്തിന്റെ വക്താക്കളെ, നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ട് തടിച്ചു കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ എല്ലാ കിനാവുകളെയും തച്ചു തകർത്തുകൊണ്ട് ഈ നാടിന്റെ അഭിമാനത്തിന്റെ സംരംഭമായി നമ്മുടെ ഈ തണൽ എന്ന് പറയുന്ന സംവിധാനത്തിന് വളരാൻ കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അഥവാ സ്വാർത്ഥതയുടെ ലോകത്തു നിന്ന് ഞങ്ങൾ പരസ്പരം സഹായിക്കേണ്ടവരാണ്, നമ്മൾ ഒത്തൊരുമിച്ചുകൊണ്ട് നിൽക്കേണ്ടവരാണ്. ഞാൻ ഒറ്റക്ക് കുട പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ മഴ കൊള്ളാതിരിക്കൂ എന്നതല്ല എന്റെ സങ്കല്പം. മറിച്ച് ഞാനാകുന്ന ഒരു വ്യക്തി ഒരു വലിയ തണൽ മരത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ ആ തണൽ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന എല്ലാവർക്കും മഴ കൊള്ളാതെ വെയിലേൽക്കാതെ ജീവിതത്തെ മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ഒരു പരസ്പര സഹായത്തിന്റെ ഉജ്ജ്വലമായ ആശയമാണ് തണൽ എന്ന് പറയുന്ന ഈ സംരംഭം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. അത് വളരെ വിജയകരമായി അത്ഭുതകരമായി അതിന്റെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായ സംരംഭങ്ങൾ വികസിച്ച് വളർന്ന് വലുതായി
പല സംരംഭങ്ങളായി നമ്മുടെ ഈ പ്രദേശത്ത് തണൽ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ സംവിധാനമാണ്. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ വികസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ, അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചെറുതായിരിക്കില്ല എന്നതിന്റെ സൂചനകൾ ഈ സംവിധാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ തണൽ എന്ന് പറയുന്ന ഈ സംരംഭം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ തണൽ സംവിധാനത്തിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രചോദനം? ആ പ്രചോദനം കേവലം ഏതോ അർത്ഥത്തിലുള്ള അധികാരത്തിന്റെ താല്പര്യങ്ങളല്ല, അതല്ലെങ്കിൽ സാമ്പത്തികമായി എന്തെങ്കിലും നേടിയെടുക്കണമെന്ന താല്പര്യമല്ല, അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭൗതികമായ അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള താല്പര്യമല്ല. മറിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു മനോഹരമായ ദർശനമുണ്ട്. ആ ദർശനം ഏതാണെന്ന് ചോദിച്ചാൽ, പരസ്പരം മനുഷ്യരെ സഹായിക്കുക എന്ന് പറയുന്നത് ദൈവാരാധനയുടെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സഹായിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും അനുഭവിക്കുന്നവന്റെ കണ്ണീരൊപ്പാൻ എന്നെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞാൽ അതെന്റെ ജീവിതത്തിന്റെ മരണാനന്തര ജീവിതത്തിന്റെ വിജയത്തിന് കാരണമായി മാറുന്ന, ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭ്യമാകുന്ന ഒരാരാധനയായി മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരാശയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മറ്റേതു താല്പര്യങ്ങളുമില്ലാതെ, വേറെ ഒരു അജണ്ടയും ഒരു വിധത്തിലും സ്വാധീനിക്കാതെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ പ്രവർത്തനങ്ങളുമായി യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നത്. അഥവാ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടല്ല, ഏതെങ്കിലും അർത്ഥത്തിലുള്ള നിഗൂഢമായ അജണ്ടകളെ മുന്നിൽ വെച്ചുകൊണ്ടല്ല ഈ സംവിധാനം യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് വളരെ ആത്മാർത്ഥമായ മനുഷ്യരെ സഹായിക്കുക എന്ന് പറയുന്ന ഒരാശയം ദൈവീകമാണെന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചക വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളെ സഹായിക്കണം. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന കറി ഉണ്ടല്ലോ, ആ കറിയിൽ വെള്ളം കുറവാണെങ്കിൽ, അഥവാ നിങ്ങളുടെ വീട്ടിൽ വെച്ച കറി കൊണ്ട് നിങ്ങളുടെ അയൽവാസിയെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ കറിയിൽ ഒരൽപ്പം വെള്ളം ചേർത്തുകൊണ്ടാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയെ സഹായിക്കേണ്ടതുണ്ട്. അഥവാ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന അയൽവാസി ഉണ്ടാകുമ്പോ എന്റെ ജീവിതത്തിന്റെ കറി നല്ല സന്തോഷകരമായ എന്റെ വീട്ടിന്റെ ആസ്വാദനം മാത്രമായി ചുരുങ്ങിപ്പോകരുത് എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകന്റെ മനോഹരമായ ഒരു വചനം ഈ ആശയത്തിന്റെ പ്രചോദനത്തിന്റെ അടിസ്ഥാനമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഥവാ ഞാൻ ഒരൽപ്പം പ്രയാസപ്പെട്ടാലും എന്റെ കൈവശം മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ പോലും എന്റേതിൽ കുറച്ചുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ, എന്റേതിന്റെ കൂടെ വേറെ ഏതെങ്കിലും കുറച്ചുകൂടി ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ അതുവഴി മറ്റൊരാളെ എനിക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അതിന് സന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ അയൽക്കൂട്ടം സംവിധാനത്തിന്റെ ഭാഗമായി ഞാനും നിങ്ങളും ഇതിന്റെ ഭാഗമായി മാറി ഈ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ഉജ്ജ്വലമായ സംവിധാനമായി യഥാർത്ഥത്തിൽ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തിന്റെ സംതൃപ്തി ലഭ്യമാകുന്നതിന്, പടച്ചതമ്പുരാന്റെ സംതൃപ്തിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം പോരാ. അതിനപ്പുറം നമ്മുടെ സമൂഹത്തിൽ കഷ്ടപ്പാടുകളും വേദനകളും അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന് പറയുന്ന മനോഹരമായ ഒരാശയം കൂടി അതിന്റെ ഉള്ളടക്കത്തിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള അയൽക്കൂട്ട സംവിധാനങ്ങളും ഇതുപോലെയുള്ള സംരംഭങ്ങളും എന്തുകൊണ്ടാണ് നടത്തിക്കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു അടിസ്ഥാനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വേദനകളും അനുഭവിക്കുന്നവർ ഈ നാട്ടിൽ ഉണ്ടാകുമ്പോൾ അതെന്റെ വേദനയാണ്, എന്റെ അയൽവാസിയുടെ വേദന എന്റെ വേദനയാണ്, എന്റെ അയൽവാസിയുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീർ എന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരാണ്, എന്റെ അയൽവാസിയുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നീറ്റലുണ്ടാകുമ്പോൾ അതെന്റെ ഹൃദയത്തിന്റെ നീറ്റലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാദർശം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
കാലഘട്ടത്തോളം ആ പ്രസ്ഥാനത്തിന് ഇതുപോലെയുള്ള സംരംഭങ്ങളും സംവിധാനങ്ങളും എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനപരമായ നിലപാടാണ്. മറ്റു അജണ്ടകളോ മറ്റു താല്പര്യങ്ങളോ ഇല്ലാതെ ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സംരംഭങ്ങൾ നമ്മുടെ നാടുകളിൽ വളരുകയും വികസിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. നീതിയിൽ അധിഷ്ഠിതമായ സാമൂഹ്യക്ഷേമം കളിയാടുന്ന ഒരു മനോഹരമായ ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാനും നിങ്ങളുമെല്ലാം ഈ മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് സാധ്യമാകണമെങ്കിൽ മനുഷ്യന്റെ സ്വാർത്ഥത ഇല്ലാതായി മാറണം. മനുഷ്യന്റെ കേവല താല്പര്യങ്ങൾക്കപ്പുറം അടിസ്ഥാനപരമായ ബാധ്യതകളും അവകാശങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടേണ്ടതുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ പ്രദേശത്ത് തണൽ എന്ന് പറയുന്ന ഈ സംരംഭം മുന്നോട്ട് പോകുമ്പോൾ, ഈ പ്രദേശത്തിന് ഇത് തണൽ വിരിക്കുമ്പോൾ കേരളത്തിന് മുഴുവനും തണൽ വിരിക്കുന്ന സംരംഭമായി ഇത് വളർന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഇനിയും വികസിക്കാൻ സാധിക്കണം, ഇനിയും വളരാൻ സാധിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഈ സംവിധാനത്തോട് ഇനിയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പടച്ച തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.